Now I am Deepa S. Panikar here inside my house, Sahadeva Mandiram, Olayattiambalam PO Mavelikara, Baranika Village, Pallikal, Naduvilimuri, and my house number is 89 and ward number is 1 actually, Baranika Village. Okay, this is Baranika Village and ward number is 1 and house number is 89. And these criminals will be always creating stories, trying to create stories of financial crisis, this and that. And so many things these criminals will be doing to trap us actually. And one is through one these criminals will be creating is financial crisis. These criminals will create stories that we are doing trading, we are doing such type of activities. I don't know any of these things. I will never ever in my life do such activities. There is no need for me to do all such activities. Okay, I'm not at all interested in such gambling type things. Anything I will consider all those things as gambling actually. I am not interested in all those things. Even I won't even put my money in share or anything. And even I don't have a liquid cash. I have what I'm having is all my property, 146 cents of land and this house, and I will not sell all these things, and I will keep this as it is. And if I sell, only I will sell that one property is there in Tekekara village, 52 cents of land, that I will inform the people through this YouTube and all Facebook. Then only I will do everything like that. Then only I will make a proof what I'm doing. Then only I will do anything. Okay, but I will never ever sold this house which is in my father's name. I will never ever do that. Okay, and these criminals are always spraying smoke this and that to my face, and these criminals are always applying laser onto my face, trying to pluck my eyebrows. All these things these criminals are doing. Okay, and what I have to tell you is ഐ വിൽ ഇവർക്ക് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര കള്ളരാണ്. ഇവർ ഫിനാൻഷ്യൽ ക്രൈസിസ് സ്റ്റോറീസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോലും അറിയാതെ ആൾമാറാട്ടം നടത്തുകയാണ് ഇവരുടെ ജോലി. ഭയങ്കര ആൾമാറാട്ടമാണ് ഇവർക്കുള്ളത്. ട്രേഡിങ് നടത്തുന്നതും ഒക്കെയുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ ട്രേഡിംഗ് ഒന്നും നടത്തിയിട്ടുമില്ല, നടത്താനോട്ട് ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല ട്രേഡിങ്ങും അതൊന്നും. എനിക്കതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. നമുക്കിതൊക്കെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇവർ ചുമ്മാ റീൽസൊക്കെ വിടും. അതുപോലെ എന്താ അവരുടെ പേര്, നമ്മുടെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ, അവർ എന്തോ റീല് എത്രയോ രൂപ ഇട്ടാൽ മാസം തോറും ഭയങ്കര എമൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയോ ഒരു കഴിഞ്ഞ ദിവസം ഇരുന്ന് കേട്ട് അവരുടെ 33 lakhs നഷ്ടപ്പെട്ടു. നമ്മൾ ഇതിനകത്തൊന്നും ഒരിക്കലും ഇടത്തില്ല, 5 പൈസ പോലും ഇടത്തില്ല. നമുക്ക് ബാങ്കുണ്ട്, ചുമ്മാതങ്ങ് അതിനകത്ത് കിടന്നാൽ മതി, ഒന്നും കിട്ടേണ്ട ആവശ്യം. പലിശ ബാങ്ക് തരുന്ന പലിശ മതി, അല്ലാതെ വേറെ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഞാൻ ബാങ്കിലല്ലാതെ ഈ ട്രേഡിങ്ങും ഷെയർസ് അങ്ങനെയൊക്കെയുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഇതിലൊന്നും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരിക്കലും ഇടത്തില്ല. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ബാധ്യതയും നമുക്കില്ലതാനും, ഒരു സാമ്പത്തിക ബാധ്യതയും ഇല്ല നമുക്ക്. എൻ്റെ ഈ പ്രോപ്പർട്ടി ഉണ്ട്, ഞാൻ ഇങ്ങനെ ഇതാക്കുന്നു. അല്ലാതെ എൻ്റെ കയ്യിൽ ഈ ട്രേഡിങ്ങോ അങ്ങനെയുള്ള ഒരൊറ്റ കാര്യങ്ങളും നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ ചെല്ലമുരളിയും ഇങ്ങനെ വകവരുത്തിയത് ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നും പറഞ്ഞുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ കഥകൾ പറഞ്ഞാണ്. ഭയങ്കര രാജമ്മയും പ്രീത എസ് പണിക്കറുമാണ് ഏറ്റവും നമ്പർ 1 കള്ളികളാണ് രണ്ടിൻ്റെ ഓരോ നേച്ചറാണ്. ഇവൾമാർക്ക് നമ്മുടെ വസ്തുവും വകയൊക്കെ അടിച്ചു മാറ്റണം. ഇവൾ എംഫാംകാരിയാണ്, ഇവൾ വലിയ PhD കാരിയാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കൊന്നും അറിയത്തില്ല. ഇവൾ എന്തോ ഈ കോളേജിൽ, ഈ ഫാർമസി കോളേജിലെ അറ്റൻഡറിലായിട്ട് അങ്ങാണ്ട് നിൽക്കുക കോളേജുകളിൽ. എന്തൊക്കെയോ ആണ്. ഇവൾ ലാബിലാണെന്നാണ് എപ്പോഴും പറയുന്നത്. മനസ്സിലായില്ലേ? ഇവൾ ലാബിൻ്റെ കാര്യങ്ങളാണ് എപ്പോഴും. ഇപ്പം ലാബിൽ നിന്നാൽ ഈ കെമിക്കൽസും അതും ഇതുമൊക്കെ അടിച്ചു മാറ്റാം. ഈ അറിയാമല്ലോ, നിങ്ങളുടെ ബീ ഫാമിൽ അങ്ങനെയൊക്കെയുള്ള ലാബിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡിസീസസും അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കെമിക്കൽസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഭയങ്കര അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇവൾ അതിനകത്ത് കയറി പറ്റിയിരിക്കുന്നത് ഇതൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. നമ്പർ 1 കള്ളി കുടിലയാണ് ഇവളെ പോലൊരു കള്ളി ഈ ലോകത്തില്ല. ഇവൾ നമ്മളെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാനായിട്ട് എന്തും ചെയ്യുന്നവളാണ്. ഇവളും ഒരിക്കൽ ഞാൻ ഇവളുടെ വീട്ടിൽ പോയപ്പം ഒരു പ്രിയ എന്ന് പറയുന്ന ഒരുത്തിയും കൊണ്ടാണ് പോയത്. ഇവളും കൂടെ ഒന്നായിക്കൊണ്ട് നമ്മളുടെ അടുക്കൽ അങ്ങ് ഭയങ്കര ചാട്ടമായിരുന്നു. എന്തോ റീസൺ എന്ന് അറിയത്തില്ല, അങ്ങ് ചാടാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവളുമാരുടെ സ്വഭാവം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭയങ്കര ചാട്ടവും
പിന്നെ നമ്മളെന്തോ വലിയ തെറ്റുകാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു എന്താ പറയുന്നത് ജാഗ്രത കാണണം. മനസ്സിലായില്ലേ? നമുക്ക് വേറെ ആരും ഇല്ലാത്ത ഗ്യാസ് ലൈറ്റിങ് ആ നേച്ചറാണ് ഇവളുമാർക്കുള്ളത്. ഭയങ്കര ഗ്യാസ് ലൈറ്റിങ് നേച്ചർ. പിന്നെ അക്യൂസിഷൻസ് ഒക്കെ ഇവരുടെ ഇത് പിന്നെ സ്റ്റോക്കിങ്. നമ്മുടെ യൂട്യൂബെല്ലാം കാണും കയറി. എങ്ങനെയാണ് നമ്മൾ ഡൽഹി വെച്ചാണ് യൂട്യൂബൊക്കെ ഉണ്ടാക്കിയത്. ഇവളുമാർക്ക് എങ്ങനെ അറിയാം? ഇവളുമാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇവളുമായി തേർഡ് റേറ്റുമായിട്ടൊന്നും. പക്ഷേ ഇവളുമാർ നമ്മളെ സ്റ്റോക്ക് ചെയ്തിങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇവളുമാർക്ക് നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം. യൂട്യൂബും എല്ലാത്തിനെ കുറിച്ചും ഇങ്ങനെ അറിയാം. നമുക്ക് ഇവളുമാരുടെ ഒന്നും അറിയില്ല. ഒരിക്കൽ ഇവളുടെ ഒരു ലിങ്ക്ഡിനകത്ത് ഇവളിങ്ങനെ PhD എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇട്ട് നമ്മൾ 2 ദിവസം ഒരാൾ പറഞ്ഞ് ഇതേതോ ഓൺലൈൻ PhD ഒക്കെ ആണെന്ന് തോന്നുന്നു ദീപ എന്ന് പറഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് അതിൽ സൈറ്റിൽ കയറാൻ പറ്റത്തില്ല, ഇവളുടെ നോക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. കള്ളരാണെന്നുള്ളത് നമ്മൾ തെളിയാതിരിക്കാൻ വേണ്ടി എല്ലാം ബ്ലോക്കാക്കി വെക്കുക. ഇതൊക്കെയാണ് ഇവരുടെ സ്വഭാവം. ഭയങ്കര കള്ളത്തരം, സൈബർ ക്രൈം എന്തും ചെയ്യുന്ന കൂട്ടരാണ് ഇവളുമാർ. ഹിയർ ഐ ആം, ദിസ് ഈസ് മൈ ഹൗസ്, നോട്ട് എനിവെയർ എൽസ്. നമ്മളിവിടെ നിൽക്കുമ്പം നമ്മളിവിടെ അല്ലാന്ന് വരുത്തുന്ന അത്ര തേർഡ് റേറ്റ് കഥകളാണ്. പിന്നെ ഇങ്ങനെ രാജമ്മ എപ്പോഴും പോവാ ഇവിടുന്ന് പോവാ. ഇങ്ങനെ ഇപ്പം തൃശ്ശൂർ ഇവളുടെ കൂടെ കണ്ട രാജമ്മ എന്ന് പറയുന്നത് പോവാ ഭയങ്കര കഥകളാണ്. ഞാനായിട്ട് കണ്ട് അഭിനയിക്കുക അവൾ. അഭിനയം, ഭയങ്കര അഭിനയവും അങ്ങനെയുള്ള പല പല രീതികളാണ് ഇവളുമാർക്കുള്ളത്. മനസ്സിലായില്ലേ? ഞാനിവിടെയാണ് ഇരിക്കുന്നത്, എൻ്റെ വീട്ടിലാണ്. ഇത് സഹദേവ മന്ദിരം. അപ്പോൾ എനിക്ക് ട്രേഡിങ്ങും അങ്ങനെ മ്യൂച്വൽ ഫണ്ട്സ്, ഷെയർസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഒറ്റ ഇൻട്രസ്റ്റും ഇല്ല. മനസ്സിലായില്ലേ? അപ്പം ഒരു ലോണോ അങ്ങനത്തെ ഉള്ള ഒരൊറ്റ ഇൻട്രസ്റ്റ് നമുക്കില്ല. നമ്മളിതിനകത്തൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ആളാണ്. നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ കിടക്കും. പതിയെ പ്രോപ്പർട്ടിയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അറിയണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഷെയർസിലും മ്യൂച്വൽ ഫണ്ട്സിലും പിന്നെ ട്രേഡിങ്ങും ഒന്നും നടത്തേണ്ട കാര്യങ്ങളോ ഇതിലൊന്നും പൈസ ഇടേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇതിനകത്തൊന്നും ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല.